നമുക്ക് രാത്രിയിലത്തെ സ്പെഷ്യൽ എന്താന്ന് നോക്കാം കേട്ടോ. എന്താ ഇന്നത്തെ കറി? ഞണ്ട് കറി. ഞണ്ട് കറി. എടുത്തിട്ടില്ല, വെട്ടണം. ഞണ്ട് നന്നാക്കണം. ഞണ്ട് ഈ കുഞ്ഞത് ഈ എല്ലാ കാലും പറക്കിടുന്നുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. നമുക്കത് ഈ വലിയ കാലില്ലേ, ഈ വലിയ കാലേ ഇത് നമുക്ക് ഇതിനകത്ത് മാംസം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എടുക്കൂല. ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ പണിയാണ്. ഇത് ചെറിയ ഇതിന് കഴമ്പുണ്ടാവും. അപ്പൊ നിനക്കുണ്ടല്ലോ ബുദ്ധി. നീ പറ. നീ പറടാ. നീ പറടാ. എനിക്ക് അവൻ പറഞ്ഞ എനിക്ക് ബുദ്ധി കുഞ്ഞിക്കാരെടുക്കാനിട്ടാണ്. എനിക്ക് ബുദ്ധി ഇല്ലല്ലോ. ഒരാൾ അമ്മാമനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കണേണ്. ഉള്ള കാലൊക്കെ ഒടിച്ചിട്ടേക്ക് ഇപ്പൊ തന്നെ ഡ്രസ്സൊക്കെ മാറണം. ഇതൊക്കെ തേച്ച് വെച്ചാൽ ഡ്രസ്സൊക്കെ മാറണം. എല്ലാം തേച്ച് വെച്ചാൽ ഇനി കുളിക്കേണ്ട വരും. അതൊന്നും വേണ്ട. ഇതൊക്കെ ഒന്നും വേണ്ടട്ടെ. നമുക്ക് വലിയ ഞണ്ടിൻ്റെ അതൊക്കെ ഇടും. അപ്പം വലിയ ഞണ്ടാണെങ്കിൽ ചിലവർ ഇങ്ങനെ കാലിനൊക്കെ നല്ല ഇതുണ്ടാവുമല്ലോ, മാംസമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കാറില്ല. മമ്മി കാലാണ് എടുക്കുന്നത്. ഇതിപ്പോ എങ്ങനെ എന്തൊക്കെ ചാറ് കറിയാണോ അതോ റോസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇടുവോ കൂടെ? അതോ ഈ കഷ്ണമൊക്കെ ഇട്ട് വെക്കാം. റോസ്റ്റ് ചെയ്യാനൊക്കെ വേറെ ഒന്നും ഇടണില്ല. കിഴങ്ങുണ്ടായിരുന്നു. കിഴങ്ങിട്ട നല്ലതായിരിക്കും അല്ലേ? ഇത് പൊളിക്കുന്നു. ഇത് പൊളിക്കല്ലോ. ഇത് പൊളിക്കും. എന്തേ കത്തി എന്ത് ഇത് ആ സൈഡ് ആ പഞ്ചസാരയുടെ ബാക്കിൽ നമുക്ക് നന്നായിട്ട് തിന്നാം. ഇതിങ്ങനെ പൊളിച്ച് ഇത് വൃത്തിയാക്കി ഇങ്ങനെ പൊളിച്ച് അടിക്കില്ലേ? എന്റെ കണ്ണീർ പോയ കൈ മാറ്റി പിടിക്കട്ടെ. അതും പറഞ്ഞു. കൈ നല്ല സുഖമല്ല. അതിൻ്റെ വീട്ടിൽ ഒരു ഭയങ്കര പിന്നെ ഈ കള്ളിയാണുള്ളത്. മറ്റേ ഇതില്ല, പൊന്നെന്ന് പറഞ്ഞ സാധനമുണ്ട്, ചുവന്നത്. അതില്ല, അത് ചില സമയത്ത് ഉണ്ടാവുള്ളൂ. ആവിൻ്റെ കിടക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അറിവും ഞാൻ നീ എടുക്കെന്ന് പറയണ എവിടെ പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണ്ട. ചെള്ളിയുണ്ട്, കഴുകട്ടെ. എല്ലാത്തിലും ഉണ്ടാവത്തില്ല. കുടിക്കാല്ലേ? അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഞാൻ മതിയല്ലേ? മതി. മാറ്റുമല്ലേ? അതിന് പാടാണോ മോനെ? കത്തിയാണെങ്കിൽ ഇത്തിരി ബലമുള്ള കത്തിയാണ്. അതിലുണ്ടോ? മറ്റേ കളിയാണ്, പൊന്നാണെ നല്ല ടേസ്റ്റായിരിക്കും. കളിയും കുഴപ്പമുണ്ടാവില്ല. പൊന്നില്ല അല്ലേ? പൊന്നില്ല. പൊന്നെന്നൊക്കെ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പലരും പല സൈസൊക്കെ പറയുള്ളൂ. കത്തി കൈമൊക്കെ എടുത്ത് വെക്ക്. കണ്ണാ അയ്യോ
ഇതില്ല, ചെറുതാണത്. പൊന്നല്ലേ? ഞണ്ടും ചെറുതാണല്ലോ അത്. മഞ്ഞാണല്ലോ പൊന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ നല്ല വലിയ ഞണ്ട്, നല്ല കാലൊക്കെ നല്ല തടിമാടന്മാരായിരിക്കും. ബീച്ചിലൂടെ ബീച്ചിന്റെ അമ്മയുടെ വീട് ബീച്ചിന്റെ അടുത്തായിരുന്നു. നല്ല വലിയ ഒരു കാല് മതി നമുക്ക് കഴിക്കാൻ. ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഇല്ലെന്നോ? അങ്ങനത്തേക്കൊന്നും ഇല്ല. കിട്ടണ ഇതുകൊണ്ട് ഇതൊന്നും നല്ല വലുതൊക്കെ കിട്ടും, പക്ഷെ ഇപ്പം അങ്ങനെ കിട്ടണില്ല. അതൊക്കെ എന്തോരം നോക്കിയിരുന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നോക്കട്ടെ എടാ നീ സഹായിച്ചിരട്ടി പണി വെക്കില്ലേ അമ്മാമ്മക്ക്? ശരിക്കും ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നാ പറയാം. കാരണം ശരിയാവാൻ കപ്പ ഇട്ട് വെച്ച് നല്ലതല്ലേ? കപ്പ ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു. കപ്പുണ്ട്. കപ്പ ഇട്ട് വെച്ചാൽ പിന്നെ റോസ്റ്റ് ഇതൊക്കെ ഇട്ടേ, സവാളയും തക്കാളിയൊക്കെ ഇട്ട് ശരിക്കും അതാണ് ചോറിന്. കണ്ണാ കത്തി കത്തി കൊടുത്തേ, കത്തി കൊടുക്ക. കയറിയതിട്ടാ സഹായിക്കണ്ട, അങ്ങോട്ട് മാറിയേക്ക്. നീ കണ്ട് തിന്നോ? കണ്ട് തിന്നോ? ഇന്ന് കഴിക്കാന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ അതിലിരിക്കണോണ്ട് പറഞ്ഞു ഞണ്ട് തിന്ന് നോക്കാം, കാലം തിന്ന് നോക്കട്ടെ. ജിയോമച്ചൻ തിന്നണുണ്ടല്ലോ, ജിയോമച്ചൻ കഴിക്കണോണ്ട് ഞണ്ട് തിന്ന് നോക്കട്ടെ. എന്നിട്ട് കഴിച്ചില്ലെങ്കിൽ എനിക്ക് മീൻ വറുത്താനെന്ന്. അതുകൊണ്ട് ഞാൻ മീൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടില്ല, പുറത്ത് വെച്ചിട്ട് വറക്കണ്ട വന്നാലോ. കാലൊക്കെ അതേ ഞണ്ടില് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഉണ്ടെന്ന് തോന്നണം, മഞ്ഞ കളറുണ്ടല്ലോ. പെണ്ണും അങ്ങനെ അറിയാൻ പറ്റില്ല പെണ്ണാണാണോ. അതിൻ്റെ അങ്ങനത്തെ ഞണ്ടില് കാണും കൂടുതലായിട്ട്. അതിന് പൊളിച്ച സ്ഥലത്തെ ഇതിൽ വ്യത്യാസമുണ്ട് ചേർത്ത്. കാണിക്കണം അതിവിടെ സാധനമില്ലേ, ഇതങ്ങനെ ഇല്ലായിരുന്നു. അതിനൊരു വ്യത്യാസമുണ്ട്. ഇവനെന്തൊക്കെയാ പൊറുക്കിയിടും കേട്ടോ അങ്ങോട്ട്. എന്താടാ പൊറുക്കിയിട്ടെ? എൻ്റെ മേത്ത് നീ കാരണം പിന്നെ ആരും കുളിക്കേണ്ട വരും. കാലാണ് പൊറുക്കിയിരുന്നത്. അമ്മാമ്മയും മോനും കൂടിയാണ് നന്നാക്കണത്. സൂപ്പറാണ്. മതി മതി. ഇതാക്കി ഇട്ടെടുക്കാം. ഞണ്ട് വെക്കാൻ പോയിട്ടാണ് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് ഇഞ്ചിയും പച്ചമുളകും ഇടയാണ്. ഉപ്പ് ഇത്തിരി കുറവാണ്, അവിടെ പ്രഷറുകാരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഉപ്പ് ഇത്തിരി. അച്ഛനും ചേട്ടനൊക്കെ പ്രഷറിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് ഉപ്പാണ് ആദ്യം അല്ലേ? ഇവിടെ ഒരാൾ സവാള എടുത്ത്, സവാള ഇവിടെ വെക്കാൻ പാടില്ല, അപ്പം എടുത്ത് സവാള തിന്നും. വെച്ചിവിടെ സവാള തിന്നാൻ പാടില്ല, വെക്കിവിടെ. ഉപ്പും പച്ചമുളകും ഇട്ട് ഇനി വേവിക്കണം അല്ലേ? ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ കിഴങ്ങിടാട്ടോ. കിഴങ്ങിട്ട് കിഴങ്ങിട്ടിട്ടാ. ചില സ്ഥലത്ത് കപ്പയെന്നും പറയും, കിഴങ്ങെന്നും പറയും. നമ്മളിപ്പോൾ കിഴങ്ങെന്നാണ് പറയണത് അല്ലേ? ഇതൊന്നങ്ങാട് കിഴങ്ങതേ നേരിയൊരു കയ്പ്പ് രസമുള്ളതിൻ്റെ തിളപ്പിച്ചിട്ടാണ് ഇട്ടത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേവും കിഴങ്ങ്. പിന്നെ തിളച്ച് കഴിയുമ്പോഴേക്കും ഓഫ് ചെയ്യാം അല്ലേ? അപ്പോൾ
ഞണ്ട് ശരിക്കും തിളച്ചിതായിട്ടുണ്ട് അല്ലേ? തിളച്ച് വേവൊക്കെ വേവൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര ടൈം എടുക്കും? വെളിച്ചെണ്ണയെല്ലാം എടുത്താണ് വെളിച്ചെണ്ണ. മാറി. ഇവിടെ ഒരാൾ ഇന്ന് സവാള അതെ അരിഞ്ഞ വെച്ച സവാളയൊക്കെ എടുത്ത് തീർക്കുവാണ്. പിന്നെ സവാള ഇട്ടിട്ട് സവാളയല്ല കടുകിടണം. ആ കടുകൊന്നും പൊട്ടിട്ടോ. എന്ത് ഇപ്പം ഞണ്ട് ഈ പലതരത്തിലൊക്കെ റോസ്റ്റ് ചെയ്യുക, തക്കാളിയൊക്കെ ഇട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല കേട്ട് വെക്കാം. ഈ എന്താ പറയുക, ചിലർ കൊടപ്പുളി ഇടും. അങ്ങനെ പലതരത്തിൽ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഞാൻ കൊച്ചുള്ളിയും ഒരു 4 ഇട്ടിട്ട ഒരു കൊച്ചുള്ളിയും കൂടി ടേസ്റ്റാണ്. സവാള ഇടുന്നുണ്ട്, മുഴുവൻ തീർത്തു നമ്മുടെ ഉത്രൻ. ഇതിലിപ്പിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി അല്ലേ? ഇനി സവാള ഇല്ല, പോയി ഇത്തിരി സവാള. ഇത്തിരി അമ്മമ്മയുടെ അടുത്ത് സവാള ചോദിച്ച് ഇതേ ചട്ടിയും കൂടി നിലത്തേക്ക് ഇടും. അടുത്ത വടി ഞാൻ എടുത്തോളാം ഒടിച്ചാല്. ഒരു ചെറിയ സവാളയും എടുക്കണം. കുറച്ച് മതിയല്ലേ സവാള? കിഴങ്ങ് താകണമെങ്കിൽ സവാള റോസ്റ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വേണം. അത് റോസ്റ്റ് ചെയ്യണമെങ്കിൽ തക്കാളിയൊക്കെ ഇട്ട് നല്ല ഇപ്പോൾ കിഴങ്ങിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതായത് കിഴങ്ങിട്ട് വെച്ച് നോക്കണമെന്ന് വിചാരിച്ചു. കുരുമുളക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണ് പറഞ്ഞു? ഞങ്ങളെ ആദ്യമായിട്ടാ കേസ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം എല്ലാവരും. ഇടയ്ക്ക് സൈലൻ്റായി പോകണം, അതാണ്. വരുമ്പോൾ കളറൊക്കെ ഒന്ന് മുട്ടയും പൊടി ഇട്ട് മല്ലിപ്പൊടി മുളകുപൊടി ഞാൻ പറഞ്ഞില്ലേ, ഇത് പലതരത്തിലും വെക്കാം. ഇവിടെ ഇങ്ങനെ നോക്കാം. ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യണയാണോ അതോ? എളുപ്പത്തിൽ തന്നെ ചെയ്യണയാണ്, പെട്ടെന്നാവും അല്ലേ? നല്ല ടേസ്റ്റും ഉണ്ടാവും. അത്യാവശ്യം ഷാപ്പിലൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ ഭയങ്കര അമ്മയുടെ കറിയൊക്കെ അത്യാവശ്യം എല്ലാം നല്ല ടേസ്റ്റാണ്. വേപ്പലില്ല കേട്ടോ, അല്ലെങ്കിൽ വേപ്പലില്ലാത്ത തീ ഇപ്പോൾ കുറച്ചാണ് എടുക്കുന്നത്. കുറച്ചത് കാണിക്കുമല്ലോ. ഇത് പൊടിയിടാൻ പോവല്ലേ? കാണിക്കുന്നുണ്ട്.
നമുക്ക് ഇന്ന് വീട്ടിൽ മിക്സിയിൽ പൊടിച്ചാൽ ആ വീട്ടിൽ ഉണക്കി പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു ടീസ്പൂൺ മുളകിട്ട്, പിന്നെ മുളക് പൊടി എന്തൊരു പൊടി മതി, എരിവ് കുറവാണല്ലോ ഉപയോഗിക്കുന്നത്. കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ. രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, ഇച്ചിരി ക്ലാരിറ്റിയുടെ വിഷയം ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ. നമ്മൾ വടിയുടെ പിയറ്റ ഗരം മസാലപ്പൊടി കുറച്ചിട്ടുണ്ട്, കുറച്ച് വേറിട്ട് ചെറിയ ടീസ്പൂൺ കടക്കുത്ത് ഇഷ്ടമുള്ളത് ഞാൻ കുറച്ചിട്ടു. ഇനി നമ്മുടെ വേവിച്ച് വെച്ച ഞണ്ട് ഇടാൻ പോയാണ്. കൈക്ക് സുഖമില്ലാത്ത കാരണേ നമ്മുടെ കൈയൊന്നും ഒടിഞ്ഞ് ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് റെഡി ആയിട്ട് വരണുള്ളൂ. ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരിയായി വരും കേട്ടോ. കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ട് പോയി. കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ട് പോയി. എന്നാലും ടേസ്റ്റ് ആയിരിക്കും അല്ലേ? വെന്ത് കിടക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് വേവിക്കില്ല, ഓഫ് ചെയ്യില്ല. ഇതൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ ഒന്ന് ശരിയായി കഴിയുമ്പോൾ ഉപ്പൊന്ന് ചെറുതായിട്ട് ഉപ്പ് കുറവായ കാരണം ഉപ്പുണ്ട്. കുഞ്ഞിക്കണ്ണന് ചോറ് കൊടുക്കാൻ പോകണ്ട. ഞങ്ങളിപ്പോൾ ഒരു അയില വറുത്തത് കൊടുത്ത്, മെയിനായിട്ട് കാലാണ് ഇഷ്ടം. ദേവി ആൾ കൂട്ടില്ല. അപ്പം ഞങ്ങളുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചോറ് കൊടുക്കാൻ പോവാം. എങ്ങനെയുണ്ട്?